നിലവിൽ മോഹനൻ കുന്നുമ്മലിന് പകരം താൽക്കാലിക VC ആണ് കേരള സർവകലാശാലയിലുള്ളത്. ഡോക്ടർ സിസ തോമസ് ആണ് ഉള്ളത്. സിസ തോമസിന്റെ നേതൃത്വത്തിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രജിസ്ട്രാർ വിഷയത്തിൽ അടിയന്തര സിൻഡിക്കേറ്റ് യോഗമൊക്കെ ചേരുകയും പിന്നീട് അത് വലിയ ചർച്ചയാവുകയും വിവാദമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ KS അനിൽകുമാറിനെ ഇടത് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് സസ്പെൻഷൻ മാറ്റി അദ്ദേഹത്തെ തിരികെ ചുമതലയിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ഇപ്പുറത്ത് മറ്റൊരു രജിസ്ട്രാറിനെയും VCയുടെ നേതൃത്വത്തിൽ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം 2 രജിസ്ട്രാർമാർ ഉള്ള ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവസ്ഥ. അതിനെതിരെയൊക്കെയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നത്. SFI കേരള സർവകലാശാലയെ മുഴുവൻ പിടിച്ചടക്കി വലിയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുകയും പിന്നീട് പ്രവർത്തകർക്കെതിരെ അടക്കം വൈകിട്ട് പോലീസ് കേസെടുക്കുകയും പ്രവർത്തകരെ റിമാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വരെ രൂക്ഷമായ അവസ്ഥയിലേക്ക് ഈ രജിസ്ട്രാർ വിഷയം പോയി എന്നുള്ളതാണ്. വൈസ് ചാൻസലർക്കെതിരെയും കടുത്ത പ്രതിഷേധം SFIയുടെ ഭാഗത്ത് നടക്കമുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് KS അനിൽകുമാറിനോട് ആ രജിസ്ട്രാർ സ്ഥാനം ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് താൽക്കാലിക VC ആയിട്ടുള്ള സിസ തോമസ് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ സ്ഥാനം ഒഴിഞ്ഞു പോകുന്നതിന് മുൻപ് തന്നെ രജിസ്ട്രാർ ഓഫീസ് ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശം കൂടി KS അനിൽകുമാറിന് സിസ തോമസ് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. അതായത് സ്ഥാനം ഇതുവരെയും KS അനിൽകുമാർ ഒഴിഞ്ഞു പോയിട്ടില്ല. ഇടത് സിൻഡിക്കേറ്റാണ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വെക്കണമെന്നൊരു ആവശ്യം VC സിസ തോമസിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചേർന്ന് സസ്പെൻഷൻ റദ്ദാക്കുകയും തിരിച്ച് ആ സ്ഥാനത്തേക്ക് KS അനിൽകുമാറിനെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു തരത്തിലും താൽക്കാലിക VC ആയിട്ടുള്ള സിസ തോമസ് ഉൾപ്പെടെയുള്ളവർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്റെ അസാന്നിധ്യത്തിൽ ചേരുന്ന യോഗമോ അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങളോ അസാധുവാണ് എന്നുള്ളതാണ് സിസ തോമസ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ലംഘിച്ച് അടുത്ത ദിവസം തന്നെ KS അനിൽകുമാർ രജിസ്ട്രാർ സ്ഥാനത്തേക്ക് എത്തുന്നു. അപ്പോഴേക്കും ഈ VCയുടെ നേതൃത്വത്തിൽ മറ്റൊരു രജിസ്ട്രാറെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തിരുന്നു സർവകലാശാലയിൽ. അത്തരത്തിൽ വലിയ പ്രതിസന്ധി ഈ ഭരണവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും KS അനിൽകുമാറിനെ വീണ്ടും രജിസ്ട്രാർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിൽ ചാൻസലർക്കുൾപ്പെടെ കടുത്ത വിയോജിപ്പുണ്ട്. കോടതിയിൽ നിന്ന് ഉൾപ്പെടെ KS അനിൽകുമാറിന് അനുകൂലമായിട്ടുള്ള തീരുമാനമാണ് ഉണ്ടായത്. ഇനി ചാൻസലർ എന്ന നിലയ്ക്ക് ആ തീരുമാനം അതിൽ മറിച്ചൊരു തീരുമാനം ഗവർണർക്ക് തന്നെ എടുക്കാം എന്നുള്ള നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു നിർണായകമായിട്ടുള്ള നിർദ്ദേശം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇന്നിപ്പോൾ അവധി കഴിഞ്ഞ് മോഹനൻ കുന്നുമ്മൽ തിരിച്ച് കേരള സർവകലാശാല VC ആയിട്ട് എത്തും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് അടക്കമുള്ള നടപടികൾ കൈക്കൊണ്ടത് മോഹനൻ കുന്നുമ്മലായിരുന്നു. അത്തരത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് മോഹനൻ കുന്നുമ്മൽ അവധിയിലേക്ക് പ്രവേശിക്കുന്നതും പകരം താൽക്കാലിക VC ആയിട്ട് സിസ തോമസ് എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടുള്ള നിർദ്ദേശങ്ങളും നടപടികളും ഒക്കെ കൈക്കൊണ്ടത് സിസ തോമസ് ആയിരുന്നു. എന്തായാലും രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടിക്ക് പിന്നാലെയാണ് കടുത്ത വിമർശനവും പ്രതിഷേധവും ഒക്കെ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ KSUവിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നത്. പിന്നാലെ ഇന്നിപ്പോൾ മോഹനൻ കുന്നുമ്പോൾ വരുമ്പോൾ ഈ വിഷയത്തിൽ എന്ത് അന്തിമ തീരുമാനം കൈക്കൊള്ളും എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഏറെ നിർണായകം. അതിനു മുൻപ് തന്നെ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോകാൻ KS അനിൽകുമാറിന് താൽക്കാലിക VC ആയിട്ടുള്ള സിസ തോമസ് ഒരു നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ ഓഫീസ് ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിസന്ധി ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് തുടക്കം മാത്രമാണ്. ഇനി ഏത് രജിസ്ട്രാറെ കേരള സർവകലാശാലയിൽ നിലനിർത്തും തുടങ്ങിയ അടുത്ത VCയുടെ മോഹനൻ കുന്നുമ്മലിന്റെ ഉൾപ്പെടെ അതുപോലെ തന്നെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറുടെ ഉൾപ്പെടെ അടുത്ത തീരുമാനങ്ങൾ ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നിർണായകമാകും. പ്രത്യേകിച്ച് SFIയുടെ ഭാഗത്തു നിന്ന് അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധം അത് പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്തെത്തുന്ന കാഴ്ചയൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഇതിലൊന്നും തന്നെ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണമോ ഒരു പ്രതികരണമോ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുകൂടാതെ ആ വിഷയത്തിലടക്കം രജിസ്ട്രാറുടെ വിഷയത്തിലടക്കം തീരുമാനം ചാൻസലർ
ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർ പറയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ എന്താണ് എന്നുള്ളത് ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ്. കാരണം സർക്കാർ ഗവർണർ പോരിലേക്ക് എത്തിക്കാൻ കാരണമായ ഒരു വിഷയമാണ്. ഇനി അടുത്ത നീക്കങ്ങൾ അത് നിർണായകമാകുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും മോഹനൻ കുന്നുമ്മൽ ഇന്ന് തിരികെ എത്തുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം കൈക്കൊള്ളുന്ന നടപടികൾ അത് അനുസരിച്ച് കേരള സർവകലാശാലയിലെ ഈ ഒരു സംഘർഷാവസ്ഥ, ഈ ഒരു പ്രതിസന്ധി അത് എത്തരത്തിലാണ് മുന്നോട്ട് പോകുക എന്നുള്ളത് അറിയാൻ സാധിക്കും. തീർച്ചയായും സൂര്യഗായത്രിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.